പാലക്കാട് നിയോജക മണ്ഡലത്തില് തന്റെ അസംബ്ലി മണ്ഡലത്തിലെ രാഹുൽ മാങ്കൂട്ടത്തില് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫലം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് പറയുന്ന നഗരസഭ മാത്രമല്ല, കണ്ണാടി ഗ്രാമപഞ്ചായത്തും UDFന്റെ കീഴിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള CPMന്റെ പ്രതിനിധികൾ, CPIയുടെ പ്രതിനിധികൾ, അങ്ങനെ പല ആളുകളും ഈ പറയുന്ന വാർഡ് മെമ്പർമാരും കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുവാനുള്ള അവരുടെ താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ കാരണമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനൊക്കെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന രീതിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നടത്തുന്ന ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് ഇതിലേക്കൊക്കെ വഴിവെച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ കണ്ണാടി പഞ്ചായത്തില് അവിടുത്തെ വികസന കാര്യങ്ങളുടെ ഒരു ഓഡിറ്റിംഗ് നടത്തിയിരുന്നു. ഈ പറയുന്ന MLAയുടെ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, ഏതൊക്കെ പദ്ധതികളിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് ഒരു വലിയ ചർച്ച നടത്തിയിരുന്നു. അതില് ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നിലവിലെ CPM ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ലതായും രാഹുലിനൊപ്പം വേദി പങ്കിട്ടതും വലിയ ചർച്ചയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പൊ ഇന്നലെ ഈ കണ്ണാടി പഞ്ചായത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഡാറ്റാ ബാങ്ക്, അത് പുതിയ സർവേ നടത്തി ഡാറ്റാ ബാങ്ക് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രക്ഷോഭം കണ്ണാടി പഞ്ചായത്തിൽ നടക്കുകയാണ്. ആ കണ്ണാടി പഞ്ചായത്തിലെ പ്രക്ഷോഭത്തില് CPIയുടെ മെമ്പർ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടവുമായി സഹകരിച്ചുകൊണ്ട് രാഹുലിനൊപ്പം സമരത്തിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോ കണ്ണാടി പഞ്ചായത്തിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത. ആ വാർത്തയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. രാഹുലിന്റെ വലിയ സുഹൃത്ത്, അടുത്ത സുഹൃത്ത്, അതുപോലെ രാഹുലിന്റെ വിശ്വസ്തൻ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് തിരിച്ചെത്താൻ വേണ്ടി എല്ലാവിധ കരുനീക്കങ്ങളും നടത്തുകയും രാഹുലിന് വേദിയൊരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത പാലക്കാട് നഗരസഭയിൽ നിന്നുള്ള കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി. ആ മൻസൂർ മണലാഞ്ചേരി ഇന്നലെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ ചിത്രം മൻസൂർ മണലാഞ്ചേരി കൈ കൊടുത്തുകൊണ്ട് പാലക്കാട് നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ള, അധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരന് കൈ കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന് അദ്ദേഹം ക്യാപ്ഷനുകളൊന്നും നൽകിയിരുന്നില്ല. അപ്പോ ഇത്തരത്തിൽ ചില ഡീലുകൾ അവിടെ വളരെ സജീവമായി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്നു. ഈ നടക്കുന്ന ഡീലുകൾ എന്ന് പറഞ്ഞാൽ നിലവിലെ കൗൺസിലർമാര്, നിലവിലെ പഞ്ചായത്ത് മെമ്പർമാര്, നിലവിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികള്, അവരെയൊക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എന്നല്ല, എല്ലാ കരുനീക്കങ്ങളും എന്ന് തന്നെ പറയണം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായി നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, നഗരസഭ മാത്രമല്ല കണ്ണാടി പഞ്ചായത്തും ഇപ്രാവശ്യം കോൺഗ്രസ് ഭരിക്കും, UDF ഭരിക്കും എന്നുള്ള കാര്യം. കാരണം രാഹുലിന്റെ എഫക്റ്റ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാകെ വലിയ രീതിയിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. രാഹുല് ഇത്തരത്തിൽ CPMന്റെയും LDFന്റെയും ഭാഗമായിട്ടുള്ള ആളുകളുമായിട്ടും അതുപോലെ BJPയുടെ പ്രതിനിധികളായിട്ടുള്ള പല ആളുകളുമായിട്ടും ഉണ്ടാക്കിയെടുത്ത ചില ധാരണകൾ, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ചില ധാരണകളൊക്കെ പുറത്തു വരികയാണ് ഇപ്പോൾ. ആ കൂട്ടത്തില് നഗരസഭയിൽ നിന്നുള്ള പ്രമീള ശശിധരനുണ്ട്, അതുപോലെ നഗരസഭയിലെ നിലവിലെ കൗൺസിലർ ആയിട്ടുള്ള ശിവരാജനുണ്ട്, അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിൽ നിന്നുള്ള നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ലതയുണ്ട്, ഈ പറയുന്ന CPIയുടെ മെമ്പറുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ രാഹുലുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അത് പ്രകാരം പ്രമീള ശശിധരനുമായിട്ട് അവസാന ഡീലിലേക്ക് എത്തി
പ്രമീള ശശിധരനുമായി അവസാനഘട്ട ഡീലിൽ എത്തിയിരിക്കുന്നു. ആ കാര്യങ്ങൾ മൻസൂർ മണലാഞ്ചേരി, രാഹുൽ മാങ്കൂട്ടത്തിലെ വിശ്വസ്തനായിട്ടുള്ള രാഹുലിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മൻസൂർ മണലാഞ്ചേരി ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പാലക്കാട് നഗരസഭയിൽ നിന്ന് പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന ഒരു സംഘം ഈ പറയുന്ന കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് എത്തുന്നു. അവരോടൊപ്പം പറയുന്ന ഇവരുമായി അടുത്ത് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ, BJPയുടെയും CPMന്റെയും CPIയുടെയും ഒക്കെ പാർട്ടി പ്രവർത്തകരും ഇവരോടൊപ്പം കോൺഗ്രസിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തിൽ നിന്നും CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ കോട്ടയായിട്ടുള്ള കണ്ണാടിയിൽ നിന്നും ലത എമ്മും ഈ പറയുന്ന CPIയുടെ വാർഡ് മെമ്പർ അടങ്ങുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വാർഡ് മെമ്പർ അടങ്ങുന്ന സംഘവും കൂടി ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിലേക്ക് തിരിച്ചു കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മടങ്ങിയെത്തിയത് തന്നെ വേട്ടയാടാൻ മുന്നിൽ നിന്നവര്, തന്നെ കൊത്തിക്കീറാൻ മുന്നിൽ നിന്നവര്, ഇവരുടെയൊക്കെ അസ്ഥിവാരം കണ്ടിട്ട് അടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള കരുനീക്കങ്ങൾ രാഹുൽ വന്ന അന്ന് മുതലേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നഗരസഭയിൽ കൃഷ്ണകുമാർ വിഭാഗവുമായിട്ടും പ്രശാന്ത് ശിവൻ വിഭാഗവുമായിട്ടും ഇടഞ്ഞു നിൽക്കുന്ന ശിവരാജനും പ്രമീള ശശിധരൻ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കണ്ണാടിയിൽ ഈ പറയുന്ന CPIയുടെ മെമ്പർ, അതുപോലെ ലത എം, ഇവരൊക്കെ അവിടെ ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, പാർട്ടിക്കകത്തുള്ള അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നതോടൊപ്പം അവരും കോൺഗ്രസിലേക്ക് നടന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഈ പറയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ കണ്ണാടി ഗ്രാമപഞ്ചായത്തും പാലക്കാട് നഗരസഭയും കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പാലക്കാട്ട് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ അടിവേറിറുകയാണ്. തന്നെ തടയും, തന്നെ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല, തന്നെ പൊതുപരിപാടികൾ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ MLA തടയും, ഞങ്ങൾ ഏത് വിധത്തിലും MLA തടയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയവർ 10,000 തവണ ആലോചിക്കണമായിരുന്നു നിങ്ങൾ വെല്ലുവിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് എന്നുള്ളത്. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുന്ന, കാലിനടിയിൽ നിന്ന് ആ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ എഫക്ട് തന്നെയാണ്. പാലക്കാടിന്റെ മണ്ണിലെ രാഹുലിന്റെ വളരെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ, ചില രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10,000 തവണ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. രാഹുലിനെ ഒന്ന് ചൊറിയുമ്പോൾ, അയാളെ ഒന്ന് മാന്തുമ്പോൾ നിങ്ങൾ ഒരു 10,000 വട്ടം ആലോചിക്കണമായിരുന്നു. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണമായിരുന്നു. ആ തിരിച്ചറിവ് നിങ്ങൾക്കില്ലാതെ പോയത് കൊണ്ട് എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? നിങ്ങൾക്കാകെ പറയാനുള്ള, നിങ്ങളുടെ പാലക്കാട് നഗരസഭ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് വീമ്പ് പറയുന്ന ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാരോട്, ഈ പറയുന്ന സംഘപരിവാറുകാരോട്, ഈ പറയുന്ന RSSകാരോട് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല മക്കളെ. മൂത്തിട്ടില്ല നിങ്ങൾ. കാരണം പ്രായമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. പ്രായമല്ല മൂപ്പ്, പ്രവൃത്തിയാണ് മൂപ്പ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. കാരണം രാഹുൽ കാരണം നിങ്ങളൊരു തമ്മിലടി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു പ്രമീള ശശിധരനും ഈ പറയുന്ന ശിവരാജനും ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് പ്രശാന്ത് ശിവനും കുറച്ച് ആളുകളും മറ്റൊരു ഭാഗത്ത്. ഇപ്പുറത്ത് പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകുന്ന C കൃഷ്ണകുമാറും മിനി കൃഷ്ണകുമാറും, ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാറും അടങ്ങുന്ന ഒരു സംഘം മറുഭാഗത്ത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ തല്ലാനുള്ള ആ ഒരു കാരണം ഉണ്ടാക്കാൻ രാഹുലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നിങ്ങളുടെ നഗരസഭാ അധ്യക്ഷ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നാലുടൻ, തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നാലുടൻ പ്രമീള ശശിധരൻ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തും, കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറും. ഒറ്റക്കായിരിക്കില്ല, പല കൗൺസിലർമാരും കൂടെ ഉണ്ടാകും. മൂർഖനെയാണല്ലോ ദൈവമേ കൊത്തിയത്, ചവിട്ടിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
ഞങ്ങൾ അതിന് നിങ്ങളെ കുറ്റം പറയില്ല. കാരണം നിങ്ങളുടെ ഒരു അവിവേകം, നിങ്ങളുടെ ഇല്ലായ്മ അത് കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നഗരസഭയ്ക്ക് പിന്നാലെ ഗ്രാമപഞ്ചായത്ത്, കണ്ണാടി ഗ്രാമപഞ്ചായത്ത് കൂടി ഈ പറയുന്ന UDFന്റെ കൈകളിലേക്ക് ആവാൻ പോകുന്നു. എല്ലാവിധ ക്രെഡിറ്റും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ കരുനീക്കങ്ങളും നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അതിന് പാലക്കാട് GDCCയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നുള്ളത് ഓരോ പുറത്തു വരുന്ന വാർത്തകളും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്.